ഒരു നിമിഷം പകച്ചു പോയെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്ന ക്ലബ്ബ് തിരിച്ചു വരുമെന്നും പകരം വീട്ടുമെന്നും ഞങ്ങൾക്കറിയാമായിരുന്നു. 11 വർഷങ്ങളായി ഈ ഒരു ക്ലബിനോടൊപ്പം ഒരു കപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ട് ഞങ്ങൾ ചേർന്നിട്ട് എന്നിട്ടും ഈ ഒരു ക്ലബിനെ ഞങ്ങൾ വിടാതെ പിന്തുടരുന്നുണ്ട് എങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്നുള്ള ആ ഒരു ക്ലബിനോടുള്ള വിശ്വാസം തന്നെയാണ്. ഞങ്ങളുടെ ആ ഒരു വിശ്വാസത്തിന് കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്ന ക്ലബ്ബ് ഞങ്ങൾക്ക് സമ്മാനമായി നൽകിയിട്ടുണ്ടായിരുന്നത് വളരെ ആവേശകരമായ ഒരു വിജയം തന്നെയാണ്. ഏതായാലും വൺസ് അഗൈൻ വെൽക്കം ബാക്ക് CK ടോക്ക് സ്പോർട്സ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് FC വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ FC മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് 2 ഗോളിന് വിജയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ആ ഒരു മത്സരം മാച്ച് അനാലിസിസ് ചെയ്യാനാണ് നമ്മൾ ഇവിടെ വിചാരിക്കുന്നത്. ഏതായാലും മാച്ച് അനാലിസിസ് ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്നത് സച്ചിൻ സുരേഷിന്റെ മികവുറ്റ പ്രകടനവും കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഭാഗത്തുണ്ടായ അറ്റംപ്റ്റുകളും അതേസമയം ബ്ലാസ്റ്റേഴ്സിനുണ്ടായ മിസ്റ്റേക്കും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോളുകളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ അനാലിസിസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ നിറം മങ്ങാത്ത ആ ഒരു സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും വന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണാൻ ശ്രമിക്കുക. ഏതായാലും മാച്ച് അനാലിസിസിലേക്ക് വരുന്നതിന് മുമ്പായിക്കൊണ്ട് എനിക്ക് ഏറ്റവും ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത് കഴിഞ്ഞ ദിവസത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മിക്കാൽ സ്റ്റേറെ എന്ന പരിശീലകന്റെ തന്ത്രപരമായ ഒരു ഫോർമേഷൻ തന്നെയാണ്. അതെ, 4-3-3 എന്ന ഫോർമേഷനിൽ തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഇന്നലെയും കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ പഞ്ചാബ് FCക്കെതിരായുള്ള മത്സരത്തിലെ ആദ്യ 11-ൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരം കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ മത്സരത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു മത്സരത്തിലെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇടം നേടിയിട്ടുണ്ടായിരുന്നത് വിപിൻ മോഹനനും ജീസസ് ജിംനിസും കൂടാതെ തന്നെ നവോച്ച സിംഗുമായിരുന്നു. ഏതായാലും നമ്മൾ ആ ഒരു ഫോർമേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ 4-3-3 എന്ന ഫോർമേഷൻ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഇന്നലെ സ്റ്റേറെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഡിഫൻസ് നിലയിലെ താരങ്ങളാണെങ്കിൽ ഫോർവേഡ് പൊസിഷനിൽ ഫോർവേഡ് താരങ്ങൾക്ക് പാസ് കൊടുക്കാൻ അഥവാ ഗോൾ അടിക്കുവാൻ വേണ്ടി പാസ് കൊടുക്കാൻ അവിടെ എത്തുന്നുണ്ട് എന്നതാണ്. അതേസമയം ഫോർവേഡ് നിലയിലെ താരങ്ങളാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഡിഫൻസ് നിലയിൽ പന്ത് ഡിഫെൻഡ് ചെയ്യാനും എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ബ്ലാസ്റ്റേഴ്സിന് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ താരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു അണ്ടർസ്റ്റാൻഡ് അത്യാവശ്യം തന്നെയാണ്. അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് പ്രശംസിച്ച് പറയാനുള്ളത് മിക്കാൽ സ്റ്റേറയുടെ ആ ഒരു ട്രെയിനിങ് തന്നെയാണ്. ഏതായാലും ഈ അടുത്തതായി എടുത്തു പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ താരമായ ലൂണ കഴിഞ്ഞ മത്സരത്തിൽ ഇല്ല എന്നതാണ്. ലൂണ ഇല്ല എന്ന് കേട്ടപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരുപാട് ആരാധകർ വിഷമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ലൂണ ഇല്ലാഞ്ഞിട്ട് പോലും ഇത്രയധികം പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് എങ്കിൽ അടുത്ത മത്സരത്തിലേക്കൊക്കെ ലൂണ എത്തുകയാണെങ്കിൽ എന്തായിരിക്കും കാണാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ലൂണ ഇല്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ ആയിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിനെ നയിച്ചിട്ടുണ്ടായിരുന്നത് മോണ്ടിനെഗ്രൻ ഡിഫൻഡർ ആയിട്ടുള്ള മിലോസ് റിൻസിച്ച് ആയിരുന്നു. ഏതായാലും മാച്ചിലേക്ക് വരികയാണെങ്കിൽ ആദ്യ പകുതിയിലെ 20 മിനിറ്റ് വരെ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഭാഗത്തു നിന്നും വളരെ നല്ല രീതിയിലുള്ള ഒരുപാട് അറ്റാക്കിങ്ങുകളും പ്രസ്സിങ്ങും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ മാത്രം നമ്മൾ എടുത്തു പറയുന്നത് ശരിയൊന്നുമല്ല. ഈസ്റ്റ് ബംഗാളിന്റെ ഭാഗത്തു നിന്നും ഒരുപാട് അറ്റംപ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സിന്റെ പഴയ താരമായ ദിമിത്രോസ് ഡയമൻഡക്കോസ് ഈസ്റ്റ് ബംഗാളിലായിരുന്നു. അതുകൊണ്ട് തന്നെ ദിമിത്രോസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് പെർഫോമൻസുകൾ നമുക്ക് കഴിഞ്ഞ മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെറിയ രീതിയിലുള്ള ഒരു മാച്ച് അനാലിസിസ് ആണ്, ഡീപ്പായിട്ടുള്ള മാച്ച് അനാലിസിസിലേക്ക് നമുക്ക് അടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആരാധകർ ഇതിനോടകം തന്നെ ഇന്നലത്തെ മത്സരം കണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിലുള്ള ഒരു അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്തു വരുന്നത്. അപ്പോൾ മാച്ച് അനാലിസിസിലേക്ക് കടക്കുമ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മലയാളി ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷിന്റെ സേവുകളെ കുറിച്ചാണ്. നമുക്ക് ആദ്യം തന്നെ സച്ചിൻ സുരേഷിന്റെ ഓരോ സേവുകൾ ഒന്ന് കണ്ടുവരാം. മത്സരം തുടങ്ങിയതിനു ശേഷം മത്സരത്തിന്റെ 2ാമത്തെ മിനിറ്റിലും 31ാമത്തെ മിനിറ്റിലും 18ാം മിനിറ്റിലും സച്ചിൻ സുരേഷിന്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് അടിപൊളിയായിട്ടുള്ള സേവുകളാണ് നമ്മൾ ഇവിടെ കണ്ടുവന്നിട്ടുള്ളത്. ഏതായാലും സച്ചിൻ സുരേഷിന്റെ ഈ ഒരു സേവുകളിൽ നിന്നും എല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് താരം കുറച്ചു കാലം പരിക്ക് പറ്റിക്കൊണ്ട് പുറത്തേക്ക് പോയ സാഹചര്യത്തിൽ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് തന്നെയാണ് സച്ചിൻ സുരേഷ് എത്തിയിരിക്കുന്നത് എന്നും ബ്ലാസ്റ്റേഴ്സിന്റെ മാലാഖയായി ഇനിയും ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു ഗോൾ പോസ്റ്റ് ആരാധകരെ എല്ലാവരെയും തന്നെ ഒന്ന് തണുപ്പിക്കുവാൻ വേണ്ടി സച്ചിൻ സുരേഷ് ഇനിയും ആ ഒരു കാവൽ മാലാഖയായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാവുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയാണ് സച്ചിൻ സുരേഷ് കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ നിന്നും നമുക്ക് തെളിയിച്ച് കാണിച്ചു തന്നിട്ടുള്ളത്. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പർക്ക് മാത്രമേ ഒരേ സമയം ഒരുപാട് സേവുകൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മാലാഖയായ സച്ചിൻ സുരേഷിന്റെ ഓരോ സേവുകളും കയ്യടി അർഹിക്കുന്നത് തന്നെയാണ്. ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഭാഗത്ത്
നിന്നുണ്ടായ കുറച്ച് അറ്റംപ്റ്റുകളാണ്. ഏതായാലും ആദ്യത്തെ ഒരു വിഷ്വൽ എന്നുള്ളത് മത്സരത്തിന്റെ 5ാമത്തെ മിനിറ്റിൽ തന്നെയാണ്. റൈറ്റ് ബാക്കിൽ നിന്നും പ്രീതം കോട്ടാലിൽ നിന്നും സന്ദീപ് സിംഗിലേക്ക് ഒരു പാസ് എത്തുകയാണ്. സന്ദീപ് സിംഗ് ആ ഒരു ബോൾ വളരെ നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്തതിന് ശേഷം ആ ഒരു വിങ്ങിലുണ്ടായിരുന്ന താരം രാഹുൽ KPക്ക് കൈമാറുകയാണ്. രാഹുൽ KP ആണെങ്കിൽ ആ ഒരു ബോൾ നല്ല രീതിയിൽ തന്നെ കൈവശപ്പെടുത്തിയതിനു ശേഷം ബോളും കൊണ്ട് മുന്നേറുന്നു. അപ്പോൾ ബോക്സിനകത്ത് ആരും കയറാൻ സാധിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയാം രാഹുൽ KPയുടെ വേഗത ഞാൻ അറിയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും രാഹുൽ KP ബോളുമായി മുന്നേറുന്നു, അവസാനം പാസ് നൽകുന്നു. പക്ഷേ ബോക്സിനകത്ത് ഒരു താരവും ഓടി എത്തിയിട്ടില്ല എന്നതാണ് ഇവിടെ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ഏറ്റവും കൂടുതൽ മിസ്റ്റേക്കായി നമ്മൾ ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഒരു പക്ഷേ ഒരു താരം അവിടെ ഓടി എത്തിയിട്ടുണ്ടായിരുന്നു എങ്കിൽ അത് ഗോൾ അടിക്കാനുള്ള നല്ലൊരു ചാൻസായി മാറിയേനെ. ഇനി അടുത്തൊരു അറ്റംപ്റ്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് മത്സരത്തിന്റെ 8ാമത്തെ മിനിറ്റിലായിരുന്നു. സെന്ററിൽ നിന്നും ഡാനിഷ് ഫാറൂഖിൽ നിന്നും നേരെ നവോച്ച സിംഗിലേക്ക് ബോൾ എത്തുകയാണ്. നവോച്ച സിംഗ് ആണെങ്കിൽ ആ ഒരു ബോൾ നോഹ സദോയ്ക്ക് കൈമാറുന്നു. നോഹ സദോ ഒരു വൺ ടച്ച് പാസ് ആക്കിക്കൊണ്ട് അത് ജീസസ് ജിമിനിസിലേക്ക് നൽകുന്നു. ജീസസ് ജിമിനിസ് വീണ്ടും അതൊരു വൺ ടച്ച് പാസ് ആയിക്കൊണ്ട് നോഹയിലേക്ക് കൈമാറുന്നു. നോഹയാണെങ്കിൽ ആ ഒരു പന്ത് ഡാനിഷ് ഫാറൂഖിലേക്ക് കൈമാറുന്നു. ഡാനിഷ് ഫാറൂഖ് വീണ്ടും പോക്സിലേക്ക് കടക്കുന്ന ജീസസ് ജിമിനിസിന് ആ ഒരു പന്ത് നൽകുന്നു. അവിടെ ജീസസ് ജിമിനിസിന് പോസ്റ്റിലേക്ക് അടിക്കാനുള്ള നല്ലൊരു ഓപ്പൺ സ്പേസ് തുറന്നു വരികയാണ്. ആ ഒരു സ്പേസ് മുതലെടുത്തുകൊണ്ട് ജീസസ് ജിമിനിസ് ഒരു ഷോട്ട് ഉതിർക്കുകയാണ്. ആ ഒരു കെർവിംഗ് ഷോട്ട് വന്ന് പതിച്ചിട്ടുണ്ടായിരുന്നത് ഈസ്റ്റ് ബംഗാൾ എഫ്സിയുടെ സൈഡ് ബാറിലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഗോളാക്കി മാറ്റാനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും ഇവിടെ നമ്മൾ ഈ ഒരു അറ്റംപ്റ്റിനെ ചൂണ്ടിക്കാണിക്കുന്നതിൽ ഉപരി ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ താരങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു അണ്ടർസ്റ്റാൻഡ് തന്നെയാണ്. ടിക്കി ടക്ക എന്നുള്ള ആ ഒരു പാസ് ആക്യുറസി കൊണ്ടാണ് ഇത്രയും അവർ ബോൾ മുന്നോട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തൊരു അറ്റംപ്റ്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് മത്സരത്തിന്റെ 38ാമത്തെ മിനിറ്റിലായിരുന്നു. സെന്ററിൽ നിന്നും ഡാനിഷ് ഫാറൂഖിൽ നിന്നും സന്ദീപ് സിംഗിലേക്ക് ഒരു പാസ് വരികയാണ്. സന്ദീപ് സിംഗ് ആണെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ തന്നെ കൈവശപ്പെടുത്തിയതിനു ശേഷം ഒരു കർവ് ഷോട്ട് ഒരു പാസ്സായിക്കൊണ്ട് നൽകുകയാണ്. അപ്പോൾ ബോക്സിനകത്തുണ്ടായിരുന്ന രാഹുൽ KPയുടെ ഹെഡിലേക്ക് അത് നല്ല രീതിയിൽ തന്നെ വരികയും ചെയ്തു. പക്ഷേ രാഹുൽ KPയുടെയും ആ ഒരു ബോളിന്റെയും കോണ്ടാക്ട് നല്ല രീതിയിലല്ല വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ KP ആ ഒരു ഹെഡർ പോസ്റ്റിലേക്ക് കടത്താൻ സാധിച്ചിട്ടുമുണ്ടായിരുന്നില്ല. ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് ഒരുപാട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വരെ ആശങ്കപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്തൊരു ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള അറ്റംപ്റ്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് മത്സരത്തിന്റെ 75ാമത്തെ മിനിറ്റിലായിരുന്നു. സെന്ററിൽ നിന്നുണ്ടായിരുന്ന അസറിൽ നിന്നും ഐമനിലേക്ക് ഒരു പാസ് എത്തുകയാണ്. ഐമൻ ആണെങ്കിൽ ആ ഒരു ബോൾ കൺട്രോൾ ചെയ്തതിനു ശേഷം പോസ്റ്റിനകത്തേക്ക് കൊണ്ടുപോകുന്നു. പോസ്റ്റിനകത്ത് വെച്ച് ഒരു ഡിപ്പിംഗ് ഷോട്ടും എടുക്കുന്നു. പക്ഷേ നിർഭാഗ്യകരം എന്ന് തന്നെ പറയാം, ഐമനിന്റെ ആ ഒരു ഷോട്ട് പോസ്റ്റിലേക്ക് പ്രവേശിച്ചില്ല. പോസ്റ്റിന് തൊട്ടടുത്തുകൂടി പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക് ആണ്. ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു മിസ്റ്റേക്കിലാണ് ആ ഒരു മിസ്റ്റേക്ക് മുതലെടുത്തുകൊണ്ടാണ് ഈസ്റ്റ് ബംഗാൾ FC ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് മത്സരത്തിന്റെ 58ാമത്തെ മിനിറ്റിലായിരുന്നു. സെന്ററിൽ നിന്നും ഈസ്റ്റ് ബംഗാൾ താരത്തിന്റെ ഒരു പാസ് വരികയാണ്. അതും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ 3 താരങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് അവരുടെ ഇടയിലൂടെയാണ് ആ ഒരു ബോൾ വന്നു ചേർന്നിട്ടുണ്ടായിരുന്നത്. ഏതായാലും ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാൾ FC അത് വളരെ നല്ല രീതിയിൽ തന്നെ ഗോളാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ദിമിത്രിയോസ് ഡയമൻഡോക്കോസിന്റെ അസിസ്റ്റിലായിരുന്നു ആ ഒരു ഗോൾ വന്നു ചേർന്നിട്ടുമുണ്ടായിരുന്നത്. ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് മലയാളി താരം തന്നെയായ വിഷ്ണു എന്ന താരമാണ്. ഏതായാലും ഇവിടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു മിസ്റ്റേക്കായി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഗോൾ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് നോഹ സദോ എന്ന മൊറോക്കൻ സ്ട്രൈക്കർ ആയിരുന്നു. ഏതായാലും നോഹയുടെ ഈ ഒരു ഗോൾ നമുക്ക് വലിയ രീതിയിലുള്ള അനാലിസിസ് ചെയ്യാനൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നോഹയുടെ ഒരു മികവുറ്റ പ്രകടനമാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. താരങ്ങളെല്ലാം ബീറ്റ് ചെയ്തുകൊണ്ട് ഗോൾ അടിക്കുന്ന രീതിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുൻ ഗോൾ കീപ്പർ ആയിട്ടുള്ള ഗില്ലിന്റെ നടയിലൂടെ ആയിരുന്നു എന്നതാണ് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഉള്ളത് ഈ ഒരു ഗോളിന്. ഇനി അടുത്തൊരു ഗോൾ വന്നിട്ടുണ്ടായിരുന്നത് മത്സരത്തിന്റെ 87ാമത്തെ മിനിറ്റിലായിരുന്നു. ഐമനിന്റെ ഒരു സ്ലൈഡിങ്ങിലൂടെയായിരുന്നു ക്വാമി പെപ്രയിലേക്ക് ആ ഒരു പന്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. ക്വാമി പെപ്ര സെക്കൻഡ് പോസ്റ്റിലേക്ക് അകത്തേക്ക് പ്രവേശിച്ചതിന് ശേഷം വളരെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വീക്ഷിച്ചതിന് ശേഷമാണ് ആ ഒരു ഗ്രൗണ്ട് ഷോട്ട് പോസ്റ്റിനകത്തേക്ക് കടത്തി വിട്ടിട്ടുള്ളത്. ഏതായാലും ഇവിടെയും ക്വാമി പെപ്ര വളരെയധികം കയ്യടി അർഹിക്കുന്നുണ്ട്. ഏതായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മാച്ച് അനാലിസിസിന്റെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അധികമായിട്ടും നമ്മൾ ഈ ഒരു മാച്ച് അനാലിസിസ് ചെയ്തിട്ടില്ല എങ്കിലും ഓവറോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അനാലിസിസ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ ഒരു അനാലിസിസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, കൂടാതെ കഴിഞ്ഞ ദിവസത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം 10ൽ എത്രയാണ് റേറ്റിംഗ് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതും നിങ്ങൾ
താഴെ കമൻറ്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ അവസാനിപ്പിക്കുന്നതിനുമായി ഒരു പ്രാവശ്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ ഈ ചാനൽ 14K സബ്സ്ക്രൈബേഴ്സ് എന്ന വലിയൊരു മൈൽ സ്റ്റോണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ മറ്റൊരു അനാലിസിസ് വീഡിയോയുമായി വീണ്ടും എത്താം. ഗുഡ് ബൈ.